ഷജറുൽ അഖ്ദറിൽ നിന്ന് തീ ഉണ്ടാക്കിയാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഉടൻ അതിൽ നിന്ന് കത്തിക്കുന്നു. അത് ഈ ഷജറുൽ അഖ്ദറിന് എങ്ങനെയാണ് തീ ഉണ്ടാക്കണം നോക്കിയിട്ട് ആരെങ്കിലും അറിയാം ഉടനെ അത് കത്തിക്കണത്. തീ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കത്തൂല, തീ ഉണ്ടാകുകയുള്ളൂ. പക്ഷേ അത് ഉടനെ എന്ത് ചെയ്യാണ് വേണ്ടത്? അത് വേഗം കത്തിക്കാണ് വേണ്ടത്. തീ ഇങ്ങനെ പുകയുക ചെയ്യുക, അവിടെ നേരിയ പുക വരിക. പിന്നെ ഇവരെന്ത് ചെയ്യാണ്? വേഗം അതിലേക്ക് പൊന്തിയും ശീലയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വേഗം ഊതിയാണ്ട് കത്തിക്കുക ചെയ്യുക. ഫൈദാൻതും മിൻഹു തൂഖിദ്. അവലൈസല്ലദീ ഖലഖസ്സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. നമുക്ക് ഇതിന് അർത്ഥം പറയാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അവലൈസല്ലദീ ഖലഖസ്സമാവാതി വൽ അർള്. അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. ഖലഖസ്സമാവാതി വൽ അർള് എന്നാണ് വാനങ്ങളെ സൃഷ്ടിച്ചു ഭൂമിയെയും. അല്ലദീ ഖലഖസ്സമാവാതി വൽ അർള് വാനങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവൻ. അവലൈസ് എന്ന് പറഞ്ഞാൽ അല്ലേ എന്നുള്ളതാണ്. അവലൈസ എന്ന് പറഞ്ഞാൽ അല്ലേ, ചോദ്യത്തിനാണ്. അവലൈസല്ലദീ ഖലഖസ്സമാവാതി വൽ അർള ബിഖാദിരിൻ. ഖാദിരിൻ, ഖാദിർ എന്ന് പറഞ്ഞാൽ കഴിവുറ്റവൻ. ഖാദിർ കഴിവുറ്റവൻ. ബി ബി ഇവിടെ സിയാദത്തിൻ്റെ എന്ന് പറയും, തീർത്തും എന്ന അർത്ഥത്തിൽ കിട്ടാനാണ്. കഴിവുറ്റവൻ തന്നെ. അപ്പോൾ വാനങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച ഒരുവൻ ബിഖാദിരിൻ കഴിവുറ്റവൻ തന്നെയല്ലേ എന്നാണ്. തന്നെയല്ലേ എന്തിന്? അല അൻ യഖ്ലുഖ മിസ്ലഹും. അല അൻ യഖ്ലുഖ് സൃഷ്ടിക്കുവാൻ. സൃഷ്ടിക്കുവാൻ ഇവിടെ ഖാദിരിൻ അല. ഖാദിരിൻ അല കഴിവുറ്റവൻ എന്നുള്ളതിന് അർത്ഥം കൊടുക്കണമെങ്കിൽ ഈ അലയും കൂടി അതിലേക്ക് വരണം. അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഖദീറുൻ അലാ കുല്ലി ഷൈഇൻ. ഖദീറുൻ അല. അപ്പോൾ പിന്നെ ബിഖാദിരിൻ അല അൻ യഖ്ലുഖ് സൃഷ്ടിക്കുവാൻ കഴിവുറ്റവൻ തന്നെ അല്ലേ. മിസ്ലഹും. മിസ്ലഹും എന്ന് പറഞ്ഞാൽ അവരെ പോലുള്ളവരെ. മിസ്ലഹും അവരെ പോലുള്ളവരെ. എന്താ പറഞ്ഞേ? അവരെ പോലുള്ളവരെന്നാണ്. എന്തിന്? അവരെ തന്നെ എന്ന് പറഞ്ഞില്ലല്ലോ. പുനഃസൃഷ്ടി നടത്തുമ്പോൾ റൂഹും ഉണ്ട് ജസദും ഉണ്ട്. ജസദ് ഏതാ? ജസദൊക്കെ മണ്ണ് വാങ്ങിയതാണ്, മണ്ണിൽ ഇഴകിയതാണ്, അല്ലെങ്കിൽ തീയിൽ കത്തി പൊടിയായതാണ്, ഭസ്മായതാണ്. പിന്നെ അതിന് തുല്യമായതാണ് എന്ത് ചെയ്യണത്? അതുപോലത്തതാണ് എന്ത് ജസദ് വരുന്നത്. പുനഃസൃഷ്ടി നടത്തുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലുള്ളതുണ്ടല്ലോ, അതുപോലത്തെ ഒന്നാണ് പടക്കണത്. അതിലേക്ക് സന്നിവേശിപ്പിക്കുന്ന റൂഹ് എന്താണ്? പഴയത് തന്നെ. റൂഹിന് മരണമല്ല, റൂഹ് നശിക്കൂല. ഈ ദുനിയാവിൽ നശിക്കാത്തതിൽപ്പെട്ടതാണ് ആര്? റൂഹ്. റൂഹിന് ഒരിക്കലും എന്തില്ല? മരണമല്ല, നാശമല്ല. റൂഹ് നമ്മൾ ജനിക്കുമ്പോൾ നമുക്കിത് വരും, അവിടെ റൂഹ് അവിടെ ഉണ്ട്. നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളൊപ്പം ഉണ്ടാവും. ചിലപ്പോൾ നമ്മളോട് ഇറങ്ങിപ്പോകും, പക്ഷേ എന്നാലും നമ്മളോട് കണക്ഷൻ ഉണ്ടായിരിക്കും. ഉറങ്ങുമ്പോൾ നമ്മളിന്ന് പോകുന്നുണ്ട്, പക്ഷേ നമ്മളോട് കണക്ഷൻ ഉണ്ട് ഒരു നിലയ്ക്ക്. നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ശരീരം ജീർണിക്കും, പക്ഷേ നമ്മളോട് എന്തുണ്ട്? ഒരു ബന്ധം റൂഹിനുണ്ട്. പക്ഷേ റൂഹ് കേടേറാതെ അവിടെ ഉണ്ട്. ആ റൂഹനെയാണ് എപ്പോഴും വരിക? നമ്മൾ ഉയർത്തെഴുന്നേറ്റാലും വരിക. ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ബോഡി എന്താണ്? നമ്മുടെ ബോഡി ജീർണിച്ചിരിക്കും, മണ്ണിൽ എഴുകിയിട്ടുണ്ടാവും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് മസലായതിനെ പടക്കുക ചെയ്യുന്നത്. ജസദിന് മസലായ ഒന്നിനെയാണ് പടക്കുന്നത്. പക്ഷെ അതിലേക്ക് നമ്മുടെ റൂഹ് വരുമ്പോൾ പിന്നെ നമ്മളാകുകയാണ്. നമ്മളാവുകയാണ്. അപ്പോൾ അതാണ് പിന്നെ ഇവിടെ പറയുന്നത്. അല അൻ യഖ്ലുഖ മിസ്ലഹും അവർക്ക് മിസ്ലൊത്തത്, തുല്യമായതിനെ പടക്കുവാൻ കഴിവുറ്റവൻ തന്നെയല്ലേ. അവൻ്റെ ചോദ്യമാണ്. ലഖൽഖുസ് സമാവാതി വൽ അർളി അക്ബറു മിൻ ഖൽഖിന്നാസ്. ലഖൽഖുസ് സമാവാതി വൽ അർള് വാനങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കലാണ് അക്ബർ, ഏറ്റവും വലുത്. മിൻ ഖൽഖിന്നാസ് ജനങ്ങളെ സൃഷ്ടിക്കുന്നതിനേക്കാൾ. മനുഷ്യന് ഇത്ര പോകുന്നൊരു ചെറുതല്ലേ ഭുവനങ്ങൾ, ആകാശങ്ങൾ, ഇതൊക്കെ എത്ര വലുതാ. അൻതും അശദ്ദു ഖൽഖൻ അമിസ്സമ. അല്ലയോ അൻതും അശദ്ദു ഖൽഖൻ, നിങ്ങളാ ഏറ്റവും ശക്തിമത്തായ സൃഷ്ടിപ്പ്. അമിസ്സമ അതല്ല ആകാശം. ബനാഹ ആകാശത്തെ പഠിച്ചവനാണ് അള്ളാഹു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാണ്, അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും. അതിന് മറുപടി എന്താ? ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. ബല എന്നുള്ളത് എന്താ? ബല എന്ന് പറഞ്ഞാൽ ബല എന്നുള്ളത്
ഹുറൂഫുൽ ഈജാബ് എന്ന് പറയും. ഹുറൂഫുൽ ഈജാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കാൻ എഗ്രി ചെയ്യാനുള്ള ഹർഫുകളിൽപ്പെട്ടതാണ്. അത് നഅം, ബല, ഈ, ജൈറ, ഇന്ന, ഇങ്ങനെ കുറേ ഉണ്ട്. അജൽ, 6 അക്ഷരങ്ങളാണ് ഹുറൂഫുൽ ഈജാബ് എന്ന് പറയുന്ന വ്യാകരണത്തിൽ. 6 ഹർഫ്. നഅം, ബല, അജൽ, ജൈറ, ഇന്ന, അതേപോലെ തന്നെ ഈ വറബി, ഈ വറബി എന്ന് പറഞ്ഞു തൈ. പിന്നെ പക്ഷെ അതൊക്കെ എന്തിൻ്റെ ഓരോന്നിനും ഓരോ ഹർഫിനും ഓരോ പ്രത്യേകതകളുണ്ട്. ഈ ബല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യേകത ഈജാബുൻ ബാദ നഫി എന്നാണ്. നഫീന് ശേഷം സമ്മതിക്കലാണ്. ഇപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അലസ്തു ബി റബ്ബിക്കും, അലസ്തു ബി റബ്ബിക്കും എന്നാണ്. ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ എന്ന് ചോദ്യമാണ്. അപ്പം അതിൻ്റെ മറുപടി എന്താ? ബല. എന്താ അതിൻ്റെ അർത്ഥം? അതെ, ബല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ റബ്ബാണെന്നാണ്. ഒരാൾ അതിന് പകരം ബല എന്ന് പറയുന്നതിന് പകരം നാം എന്ന് പറഞ്ഞു. അലസ്തു ബി റബ്ബിക്കും നാം, അത് കുഫറാണ്. ഒരാൾ ബല എന്ന് പറയുന്നതിന് പകരം അവിടെ നാം എന്ന് പറഞ്ഞാൽ കുഫറാണ്. അതെന്തുകൊണ്ട്? അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ എന്നുള്ളത് നഫിയാണ്. ആ നഫീനെ തുടർന്നിട്ട് നഫിയാകട്ടെ, ഇനിയിപ്പോൾ അത് നഫി അല്ലാത്തതാകട്ടെ, ഒരാൾ നാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുമ്പ് പറഞ്ഞതിനെ സമ്മതിക്കലാണ്. അലസ്തു ബി റബ്ബിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാം എന്ന് പറഞ്ഞാൽ നീ ഞങ്ങളുടെ റബ്ബല്ല എന്നർത്ഥം. അത് കുഫറാണ്. അവിടെ നാം പ്രയോഗിക്കാൻ പാടുള്ളതല്ല. അവിടെ എന്തേ പ്രയോഗിക്കാൻ പാടുള്ളൂ? ബല എന്നേ പ്രയോഗിക്കാൻ പാടുള്ളൂ. ഞാൻ നിങ്ങൾക്ക് 1000 റിയാൽ തരാണ്ടോ ചോദിച്ച് തരണ്ട ചോദിച്ചു. ബല എന്ന് പറഞ്ഞാൽ 1000 റിയാൽ കിട്ടും. നാം എന്ന് പറഞ്ഞാലോ കിട്ടൂല. കോർട്ടിൽ പറയാണ് ഓൻ എനിക്ക് 1000 റിയാൽ തരാണ്ടോ. നാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജഡ്ജി പറയാൻ എന്താ? ഇല്ല എന്നുള്ളതാണ്. അതാണ് നാം എന്നുള്ളതും ബല എന്നുള്ളതും വ്യാകരണത്തിൽ അതിൻ്റെ വ്യത്യാസം. നിരാകരണത്തെ തുടർന്ന് ബല വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ഇത്? പിന്നെ അതിനെ സമ്മതിക്കലാണ്. അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും എന്നാ ബല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാനങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവൻ അവരെ പോലുള്ളത് സൃഷ്ടിക്കുവാൻ കഴിവുറ്റവനാകുന്നു. ബല. വഹുവൽ ഖല്ലാഖുൽ അലീം. വഹുവ അവൻ അൽ ഖല്ലാഖ്. അൽ ഖല്ലാഖ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ തരം സൃഷ്ടികളെയും പടക്കുന്നവൻ. ഖല്ലാഖ്, ഖാലിഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ്. ഖാലിഖ് സൃഷ്ടാവ്. ഖല്ലാഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫആൽ, അൽ മുബാലഗ എന്ന് പറയുന്നത് അഗാധാർത്ഥ പ്രയോഗമാണ്. എല്ലാത്തിനെയും സൃഷ്ടിക്കുവാൻ കഴിവുറ്റവൻ എന്ന അർത്ഥത്തിൽ. അൽ അലീം, സൂക്ഷ്മജ്ഞാനമുള്ളവൻ. സൃഷ്ടിക്കാൻ കഴിവുണ്ടായാൽ പോരാ, പിന്നെയോ ജ്ഞാനവും വേണ്ടേ? അപ്പോഴാണ് സൃഷ്ടിപ്പ് യുക്തിമത്താകുക, കൃത്യാവുക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖല്ലാഖുമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ അലീമുമാണ്. വഹുവൽ ഖല്ലാഖുൽ അലീം. വാവുൽ ഹാൽ എന്ന് പറയും, അവനായിരിക്കെ. അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം.